ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമുക്കറിയാം, ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം വരികയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സും ഒക്കെ കൺസേൺ ആണ് ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കാൻ ചോദിക്കുക എന്നുള്ളത്. നമുക്ക് സിലബസിനകത്തൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ. എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിൽ നമ്മൾ ഏതൊക്കെ പോർഷൻസുകൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, എക്സാം നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓരോ മൊഡ്യൂളിലും നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ പോർഷൻസും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം, പാർട്ട് എ ആൻഡ് പാർട്ട് ബി രണ്ട് സെക്ഷനായിട്ടാണ് നമുക്ക് ചോദിക്കുക. അതിൽ പാർട്ട് എയിൽ 30 മാർക്സിനും പാർട്ട് ബിയിൽ 70 മാർക്സിനുമാണ് ക്വസ്റ്റ്യൻ നമുക്ക് വരിക. പാർട്ട് എയിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് 3 മാർക്സ് വെച്ചിട്ട് 30 മാർക്സിനാണ് നമുക്കവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പാർട്ട് ബി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മൊഡ്യൂളിലെയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. So that contains 2 case study questions from each module. അതിൽ 14 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും വരിക. സോ നമുക്ക് ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 14 into 5 70 മാർക്സ് ആണ് നമുക്ക് അതിനകത്ത് അറ്റൻഡ് ചെയ്യേണ്ടി വരും. സോ 5 ക്വസ്റ്റ്യൻസിന്റെ ബി പാർട്ടും 10 ക്വസ്റ്റ്യൻസ്, അതിൽ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, 30 മാർക്സ് ആണ് വരിക. പക്ഷേ നമ്മളുടെ കോവിഡ് കണ്ടീഷനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കറിയാം, ഈ പ്രാവശ്യത്തെ റെഗുലർ എക്സാം എന്ന് പറയുന്നത് 3 hours പകരം അത് 2 hours and 15 minutes ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 100 മാർക്സ് എന്ന് പറയുന്നത് 70 മാർക്സിനാക്കി ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ 70 മാർക്സിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന മാർക്കിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്യാണ് അവിടെ യൂണിവേഴ്സിറ്റി ചെയ്യുക. സോ 70 മാർക്സിനാണ് നമ്മളിവിടെ അറ്റൻഡ് ചെയ്യുന്നതെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ട്രൈ ടു അറ്റൻഡ് മാക്സിമം ക്വസ്റ്റ്യൻസ്. നമ്മൾ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. 2 hours and 15 minutes ആയതുകൊണ്ട് തന്നെ നമുക്ക് റഫ്ലി 135 minutes ആണ് ഈ എക്സാം എഴുതാൻ നമുക്ക് കിട്ടുക. അതിൽ പാർട്ട് എയിൽ നമ്മൾ 35 minutes യൂസ് ചെയ്താലും അറൌണ്ട് 100 minutes ആണ് നമുക്ക് പാർട്ട് ബിയിൽ കിട്ടുക. അതായത് റഫ്ലി നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാൻ കിട്ടുക 20 minutes ആണ്. സോ അത് 100 മാർക്സിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ബട്ട് നമുക്കിവിടെ 70 മാർക്സ് ആണെങ്കിൽ നിയർലി നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 30 minutes ആണ് നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാൻ കിട്ടുന്നത്. സോ ഈ 30 minutesൽ നിങ്ങൾ കഴിയുന്നതും ഓരോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും എത്ര ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിലും എഴുതാൻ പറ്റും. സോ ഞാൻ കണ്ടിട്ടുണ്ട്, സീരീസ് എക്സാമിനൊക്കെ പല കുട്ടികളും മാർക്കിനനുസരിച്ചിട്ടല്ല ആൻസർ ചെയ്യുന്നത്. അതായത് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 2-3 പേജുകളൊക്കെ എഴുതി വെക്കുന്ന കണ്ടിട്ടുണ്ട്. ആ 3 മാർക്സിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ 14 മാർക്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ആ ടൈം മാനേജ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സ്റ്റുഡൻസ് 14 മാർക്സിൻ്റെത് ഒരു സൈഡ് മാത്രമൊക്കെ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫിഗർ മാത്രമൊക്കെ വരച്ച് വെച്ചിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. സോ അതുപോലെ ഡീറ്റെയിൽ അല്ലാതെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും 14 മാർക്സിന്റെ ക്വസ്റ്റ്യന് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എക്സാമിന് നിങ്ങളുടെ ടൈം മാനേജ്മെന്റും എക്സാം ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വലിയ മാർക്സിന് മാക്സിമം ടൈം കൊടുക്കുക, ആൻഡ് അതും 30 minutesന്റെ മുകളിലേക്ക് ഒരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാതിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും മാക്സിമം മാർക്സ് ഗെയിൻ ചെയ്യാനും പറ്റുള്ളൂ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. ഫസ്റ്റ് മൊഡ്യൂളിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഡിസൈൻ പ്രോസസ് എന്താണ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഏതൊരു ഒബ്ജക്റ്റും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില സ്റ്റെപ്സുകളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. സോ മൊഡ്യൂൾ 1 നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ പ്രോസസ് എന്താണെന്ന് ചോദിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, പാർട്ട് ബിയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ഉണ്ടാവുക. തന്നിട്ടുള്ള നോട്ടിൽ നിന്ന് എഴുതാനോ അല്ലെങ്കിൽ കാണാതെ പഠിച്ച് എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല പാർട്ട് ബിയിൽ ചോദിക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട്സിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത് മാക്സിമം പോയാൽ 3 മാർക്സിന് ചോദിക്കാനുള്ള ചാൻസേ ഉള്ളൂ.
14 മാർക്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസുകളും ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ചോദിക്കുക. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഐഡിയ മാത്രം അറിഞ്ഞിരിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് നോട്ട്സോ അല്ലെങ്കിൽ ടെക്സ്റ്റോ നോക്കി വായിച്ച് പഠിച്ച് എഴുതേണ്ട ടൈപ്പ് ഓഫ് എക്സാം അല്ല ഇത്. അതുകൊണ്ട് തന്നെ എല്ലാ മൊഡ്യൂളിലും അതിന്റെ മെയിൻ സ്റ്റെപ്സുകൾ, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രം അറിഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഡിസൈൻ പ്രോസസ്സ് എന്താണോ ആ ഒരു പ്രൊസീജിയറിലായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ആ പ്രോബ്ലത്തിന്റെ റിസർച്ച് ചെയ്യുക, ക്വസ്റ്റ്യൻസുകൾ കണ്ടുപിടിക്കുക, നമ്മൾ പല രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യുക. സോ ആ റിസർച്ച് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ അതിന്റെ പോസിബിൾ സൊല്യൂഷൻസ് ഉണ്ടാക്കുക, അതിനകത്ത് നിന്ന് നമ്മൾ ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ദെൻ ആ സൊല്യൂഷനകത്ത് നിന്ന് പ്രോട്ടോടൈപ്പ്, ദെൻ പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് ചെയ്യുന്നു, അത് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അത് റീഡിസൈൻ ചെയ്യുന്നു. അതാണ് ഒരു ഡിസൈനിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുമ്പം അത് ഈ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്ക്, അതായത് പ്രോട്ടോടൈപ്പ് കൺസ്ട്രക്ഷനും പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ഈ ഒരു മൊഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ കമ്മിങ് സ്ലൈഡ്സിൽ കാണിച്ചു തരാം. സോ ആ ഒരു ഡിസൈൻ പ്രോസസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ എ ഡിസൈൻ പ്രോസസ് ആണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. ഇതൊക്കെയാണ് ഒരു ഡിസൈൻ പ്രോസസ്സിൽ നമ്മൾ അറിയേണ്ട ഡിഫറെന്റ് സ്റ്റേജുകൾ. അതായത് ഫസ്റ്റ് അനലൈസ് ചെയ്യുക, അനലൈസ് ചെയ്തതിനു ശേഷം ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ദെൻ അതിനുശേഷം പ്രോബ്ലം കുറച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുക, അതിന്റെ സ്പെസിഫിക്കേഷൻസ് എഴുതുക, അതിൽ നിന്ന് നമ്മളുടെ സൊല്യൂഷൻ, പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ആ സൊല്യൂഷനിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എടുക്കുക. അതിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ വർക്കിംഗ് ഡ്രോയിങ്സ്, ദെൻ അതിൽ നിന്ന് കൺസ്ട്രക്ട് ദ പ്രോട്ടോടൈപ്പ്. ആ പ്രോട്ടോടൈപ്പ് കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം അതിന്റെ ടെസ്റ്റ്, ദെൻ റൈറ്റിംഗ് എ റിപ്പോർട്ട്. ഇത്രയും സ്റ്റെപ്സുകളാണ് നമ്മൾ ഏതൊരു സാധനവും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തിരിക്കേണ്ടത്. സോ തന്നിരിക്കുന്ന സാധനം എന്താണോ, അതല്ലെങ്കിൽ തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് എന്താണോ അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഈ സ്റ്റെപ്സിലൂടെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കംപ്ലീറ്റ് സ്റ്റെപ്സുകൾ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷേ ഇതിന്റെ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യാം. ചില സമയത്ത് നമുക്ക് അനലൈസിങ് ദ സിറ്റുവേഷൻ, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, ബ്രെയിൻ സ്റ്റോമിങ്, ഈ സ്റ്റെപ്സുകളെല്ലാം നമ്മൾ ചിലപ്പം ഒരൊറ്റ സ്റ്റെപ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. തന്നിരിക്കുന്ന ഒബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്കറിയാവുന്ന പോയിന്റ്സുകൾ എഴുതി വെക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലംസുകൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക. ആ പ്രോബ്ലംസുകൾ കണ്ടതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറയാം. അതിനുശേഷം ആ പോസിബിൾ സൊല്യൂഷൻ എന്നുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറയും. ദെൻ നമുക്ക് വേണ്ടത് അതിന്റെ ഒരു ഔട്ട്പുട്ടാണ്. പ്രോട്ടോടൈപ്പ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങോ ഒന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എക്സാമിന് അങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല. സോ ഈ സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ഡ്രോയിങ്ങിലൂടെയോ അല്ലെങ്കിൽ ത്രൂ വേർഡ്സിലൂടെയോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സോ എങ്ങനെയായിരിക്കും ഈ മൊഡ്യൂളിലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളുടെ സിലബസിനകത്തുള്ള 2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒന്ന് ഡിസൈനിങ് ഓഫ് എ റിസ്റ്റ് വാച്ച്, അതുപോലെ തന്നെ ഡിസൈനിങ് എ ന്യൂ കാർ ഷോറൂം. സോ ഇതേപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഒരിക്കലും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കില്ല. ഈ ഒബ്ജക്റ്റുകൾ നമുക്ക് മാറാം, പാറ്റേൺ സെയിം ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനായിരിക്കും പറയുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ന്യൂ ഡിജിറ്റൽ ക്ലാസ് റൂം ഡിസൈൻ ചെയ്യാൻ പറയും. സോ ഇതുപോലെ നമ്മൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഒബ്ജക്റ്റുകളായിരിക്കാം. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഡിസൈൻ ഓഫ് എ റിസ്റ്റ് വാച്ചും ഡിസൈൻ ഓഫ് എ ന്യൂ കാർ ഷോറൂമും ഞാൻ ഓൾറെഡി വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ക്വസ്റ്റ്യൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ആൻസർ ചെയ്യണം, എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സോ മൊഡ്യൂൾ 1 നമുക്ക്
ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇവിടെ ഈ എക്സാമ്പിളിൽ തന്നിരിക്കുന്ന പോലെ ചിലപ്പോൾ അതൊരു റിസ്റ്റ് വാച്ചോ അല്ലെങ്കിൽ ഒരു ന്യൂ കാർ ഷോറൂമോ അല്ലെങ്കിൽ അതൊരു വെബ്സൈറ്റോ ഇതുപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള നമുക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഡിസൈൻ ചെയ്യാനായിരിക്കും നമുക്ക് തരാം. സോ എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഡിസൈൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ അതൊരു പ്രൊഡക്റ്റോ എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡിസൈനർ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ അനലൈസ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഇമ്പോർട്ടൻസുകൾ എന്തൊക്കെയാണ്, അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ യൂസ് എന്തൊക്കെയാണ്, അതിന്റെ ഓൾട്ടർനേറ്റീവ് യൂസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഈ അനലൈസിൽ നിന്ന് നമുക്ക് രണ്ടാമത് കിട്ടുന്നതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ചില മസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ടാവും. അതാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്തുനിന്ന് കുറച്ച് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒബ്ജക്റ്റീവ് സെക്ഷനിൽ കൊണ്ടുവരാം. ഈ ഒബ്ജക്റ്റീവ് സെക്ഷൻ നോക്കിയതിന് ശേഷം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഈ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ലിമിറ്റേഷൻസ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലയന്റ് നമ്മളോട് പറയും, ചില കൺസ്ട്രെയിൻസുകൾ പറയും, ഇന്ന ഏരിയയിലായിരിക്കണം നമുക്കിത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്ര ലിമിറ്റഡ് സ്പേസിലാണ് നമുക്ക് സംതിങ് ഡിസൈൻ ചെയ്യേണ്ടത്. അതുപോലെ എന്തെങ്കിലും ഒരു കൺസ്ട്രെയിൻസുകളോ ചില ലിമിറ്റേഷൻസുകളോ നമ്മളുടെ ഒരു ഫ്ലെക്സിബിലിറ്റീനെ ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ചില കൺസ്ട്രെയിൻസുകൾ ഉണ്ടാവും. ആ കൺസ്ട്രെയിൻസുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ് അടുത്തത്. അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സും കൺസ്ട്രെയിൻസും എല്ലാം വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ, പോസിബിൾ സൊല്യൂഷൻസുകൾ എന്തൊക്കെയാണ്, പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ചില കേസിൽ നമുക്ക് ഡിഫറെന്റ് സൊല്യൂഷൻസുകൾ ഉണ്ടാവും. പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഒരേ സാധനം തന്നെ പല ടൈപ്പിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പോസിബിൾ സൊല്യൂഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കേണ്ടത്. ഈ സൊല്യൂഷനിൽ നിന്ന് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ചൂസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. ഈ ബെസ്റ്റ് സൊല്യൂഷൻ ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്, അത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ആയിരിക്കണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ ബെസ്റ്റ് സൊല്യൂഷനൊക്കെ ചൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വരുന്നതാണ് അതിന്റെ പ്രോട്ടോടൈപ്പും അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് ടെസ്റ്റിംഗ് സ്റ്റേജും. ഈ രണ്ട് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റേജിന് നമ്മൾ ബേസിക്കലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത ബെസ്റ്റ് സൊല്യൂഷന്റെ ഒരു സിംഗിൾ ഫിഗറോ അല്ലെങ്കിൽ ഡിഫറെന്റ് സെക്ഷൻസിന്റെ ഫിഗേഴ്സോ നിങ്ങൾക്ക് വരച്ചിട്ട് ഇതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഫൈനലൈസ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റേജ് ടൈപ്പ് ലൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് കളക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബേസിക്കലി എന്തെങ്കിലും ഒരു സാധനം ഡിസൈൻ ചെയ്യാനായിരിക്കും ചോദിക്കുക. ഏത് സാധനമാണെങ്കിലും, എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും, എന്ത് പ്രോബ്ലം ആണെങ്കിലും തന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഡിസൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്സുകളാണ് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന്റെ സ്റ്റെപ്സുകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അത് ഓരോരുത്തരും ഇത് ആൻസർ ചെയ്യുന്നത് പല പല രീതികളിലായിരിക്കും. പക്ഷെ ഏത് രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്താലും ഈ ഒരു പാറ്റേൺ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗുഡ് മാർക്ക് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അടുത്ത നമുക്ക് മൊഡ്യൂൾ 2 നോക്കാം. മൊഡ്യൂൾ 2 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഡിസൈൻ തിങ്കിങ് ആണ്. ഈ ഒരു മൊഡ്യൂളിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു ടോപ്പിക്കാണുള്ളത്, അതാണ് ഡിസൈൻ തിങ്കിങ്. അത് രണ്ട് രീതിയിലാണ് നമുക്ക് ബേസിക്കലി ചോദിക്കുക. ഫസ്റ്റ്, ഒന്നുകിൽ നമുക്ക് സാധാരണ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം ഡിസൈൻ ചെയ്യാൻ ചോദിക്കും.
അല്ലെങ്കിൽ സാധാരണ ഡിസൈൻ തിങ്കിങ് എന്നാണെന്ന് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഡിസൈൻ തിങ്കിങ് അപ്രോച്ചിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ 5 സ്റ്റേജുകൾ ഫോളോ ചെയ്യുക. അതായത് എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ് ആൻഡ് ഫൈനലി ടെസ്റ്റ്. ഏതൊരു സാധനം ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. ഇതിൽ ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ രണ്ടാമതായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡൈവേർജന്റ് തിങ്കിങ് ആൻഡ് കൺവേർജന്റ് തിങ്കിങ് ആണ്. ദാറ്റ് ഈസ് ദീസ് ആർ ദ 2 ടൈപ്സ് ഓഫ് ഡിസൈൻ തിങ്കിങ്. സോ ഡൈവേർജന്റ് തിങ്കിങ് ആൻഡ് കൺവേർജന്റ് തിങ്കിങ് ആണ്. സോ ഈ 2 രീതിയിലും നമുക്ക് സൊല്യൂഷൻ കാണാൻ ചിലപ്പോൾ ചോദിക്കും. വെറും സാധാരണ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. അതല്ല ഡൈവേർജന്റ് ഓർ കൺവേർജന്റ് തിങ്കിങ് മെത്തേഡ് ഏതെങ്കിലും യൂസ് ചെയ്യുക. ചിലപ്പോൾ രണ്ടും യൂസ് ചെയ്ത് ചെയ്യാനും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം. ഇത് ഓർത്തു വെക്കാനുള്ള ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഡൈവേർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർജ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ കൺവേർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർജ് ചെയ്ത് വരുന്ന ഒരു മെത്തേഡാണ്. അതായത് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോക്കസ്ഡ് സൊല്യൂഷൻ ആയിരിക്കും. ആ സൊല്യൂഷൻ കാണാൻ വേണ്ടി ഡിഫറെൻറ്റ് ഫാക്റ്റുകളിലൂടെ നമ്മൾ ആ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് കൺവേർജന്റ് തിങ്കിങ്. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എലാബറേറ്റഡ് ആണ്. നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഡൈവേർജന്റ് തിങ്കിങ്ങിൽ തരുന്നുണ്ട്. കുറച്ചുകൂടെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് ആലോചിക്കാം. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് ബേസിക്കലി മെഡിക്കൽ ഫീൽഡിലൊക്കെ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കൺവേർജന്റ് തിങ്കിങ് ആണ്. അതായത് ആർക്കെങ്കിലും ഒരു അസുഖം കൊണ്ട് വരികയാണെങ്കിൽ ആ അസുഖത്തിന്റെ റീസൺ എന്താണ്, അതിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി അതിന്റെ റീസൺ എന്താണെന്ന് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഡിഫറെൻറ്റ് ഫാക്റ്റുകൾ ചെക്ക് ചെയ്ത് അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിനെയാണ് നമ്മൾ കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയാം. പക്ഷെ അതേ സമയത്ത് എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് ഈസ് ഡൈവേർജന്റ് തിങ്കിങ് ആണ്. നമുക്ക് അവിടെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ നമുക്ക് അവിടെ വരുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ഐഡിയേറ്റ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഐഡിയാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് അവിടെ വരുന്നുണ്ട്. പക്ഷേ മെഡിക്കൽ ഫീൽഡിൽ കുറച്ചുകൂടെ എമർജൻസി ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കൺവേർജന്റ് തിങ്കിങ് ആണ് യൂസ് ചെയ്യുക. സോ ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് എന്താണ് ഡൈവേർജന്റ് ആൻഡ് കൺവേർജന്റ് തിങ്കിങ് എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെക്കുക. സോ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സോ അതിലൊന്നെന്ന് പറയുന്നത് ഡിസൈനിങ് എ ബാഗ് ഫോർ എ കോളേജ് സ്റ്റുഡൻറ് വിത്തിൻ ലിമിറ്റഡ് ബഡ്ജറ്റ്. അത് സാധാരണ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് ആണ്. അതുപോലെ തന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് എ ഡ്രഗ് ട്രോളി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്. അത് നമ്മൾ ഡൈവേർജന്റ് ആൻഡ് കൺവേർജന്റ് തിങ്കിങ് യൂസ് ചെയ്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 ക്വസ്റ്റ്യൻസും നമ്മുടെ സിലബസിനകത്തുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. അതുപോലെ തന്നെ വേറെ ചോദിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇതുപോലെ ചിലപ്പോൾ ഒരു ടിഫിൻ ബോക്സിന്റെ ഡിസൈൻ ആയിരിക്കും ചോദിക്കുക, അതിന്റെ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച്. അതല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ. ഇതുപോലെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും ത്രൂ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് അല്ലെങ്കിൽ ഡൈവേർജന്റ് ആൻഡ് കൺവേർജന്റ് തിങ്കിങ് യൂസ് ചെയ്ത് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത്. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഡിസൈൻ തിങ്കിങ് ആണെങ്കിൽ ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കും. എംപതൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക, അതിൻ്റെ ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് എംപതൈസ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ആ എംപതൈസ് സ്റ്റേജിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യുക. അതായത് പ്രോബ്ലം എന്തൊക്കെയാണ്, നമുക്ക് വേണ്ട ഡിസൈനിങ് എന്തൊക്കെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റേജിൽ ചെയ്യുക. ആ ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനെ നമ്മൾ ഡിഫറെൻറ്റ് ഐഡിയാസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് ഐഡിയേറ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് ചെയ്യാം. ദെൻ അതിൽ നിന്ന് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐഡിയയിൽ നിന്നുണ്ടായിട്ടുള്ള സൊല്യൂഷൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. ലാസ്റ്റ് ആ പ്രോട്ടോടൈപ്പിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫൈനൽ സ്റ്റേജ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ സാധാരണ ഡിസൈൻ തിങ്കിങ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റേജുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജ് 1 എഴുതിയതിന് ശേഷം ആ സ്റ്റേജിനകത്ത് എംപതൈസിൻ്റെ
ഡിഫറെൻറ്റ് സ്റ്റേജുകൾ. സപ്പോസ് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ബാഗ് ഫോർ കോളേജ് സ്റ്റുഡൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ബാഗ് കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാവും. ആ ബാഗിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ചെയ്താലും മതി. പക്ഷെ ആ ഡിസൈൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റേജസ് നമ്മൾ ചെയ്യുന്നത്. സോ എംപതൈസ് സ്റ്റേജിനകത്ത് നിങ്ങൾ അതായത് ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ബാഗിനകത്ത് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുറേ ലിസ്റ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേജിൽ ഈ ഡിഫറെൻറ്റ് പ്രോബ്ലത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിഫൈൻ ആയിട്ട് കൊണ്ടുവരാം. ഒരു 4-5 പോയിന്റ്സ് മതിയാവും. എന്നിട്ട് ഈ 4-5 പോയിന്റ്സിന് ഡിഫറെൻറ്റ് ഐഡിയാസ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ആ ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡിയേറ്റ് സ്റ്റേജിനകത്ത് നമ്മൾ പറയാം. എന്നിട്ട് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഫിഗറാണ് വരയ്ക്കേണ്ടത്. ആ ബാഗിൻ്റെ ഫിഗർ വരച്ചതിന് ശേഷം നമ്മൾ ഈ ഐഡിയ സ്റ്റേജിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള സൊല്യൂഷൻസ് എല്ലാം വെച്ചിട്ട് ഒരു ബാഗിൻ്റെ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റാണ്. ആ ടെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സ്റ്റേജിനകത്ത് നമുക്ക് ബാഗിനെ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാം, അതിലേക്ക് മാക്സിമം വെയിറ്റ് നമുക്ക് എത്ര കിട്ടുന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അത് വാട്ടർ പ്രൂഫ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളതിൽ വെള്ളം ഒഴിച്ചു നോക്കാം. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ടെസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വരാം. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഡിസൈൻ തിങ്കിങ് ചെയ്യേണ്ടത്. തിങ്കിങ്ങിനകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് ഇറ്ററേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. സോ അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്ററേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഓരോ സ്റ്റേജിൽ നിന്നും നമുക്ക് പ്രീവിയസ് സ്റ്റേജുകളിലേക്ക് ആരോസ് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോഴും നമുക്ക് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇഷ്യൂസുകൾ, പ്രോബ്ലംസുകളിനെയൊക്കെ നമുക്ക് പിന്നീട് ചിലപ്പം ഓൾട്ടർ ചെയ്യേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് എംപതൈസ് സ്റ്റേജിൽ നിന്ന് ഡിഫൈനിലേക്ക് വന്നു, ഡിഫൈനിൽ നിന്ന് നമ്മൾ ഐഡിയയിലേക്ക് വന്നു, ദെൻ പ്രോട്ടോടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ചില കാര്യങ്ങളൊക്കെ സക്സസ് ആവില്ല, അതിന് നമുക്ക് നമ്മളുടെ ഡിസൈനിൽ ചില ചേഞ്ചസ് വരുത്തേണ്ടി വരും. അങ്ങനെ വരുത്തുന്ന സമയത്ത് നമ്മൾ തിരിച്ച് പിന്നെയും ഐഡിയേറ്റ് സ്റ്റേജിലേക്ക് പോകും. സോ ഐഡിയ സ്റ്റേജിലേക്ക് വന്നിട്ട് പിന്നെയും പ്രോട്ടോടൈപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും മറ്റ് ചില കംപ്ലയിൻസുകൾ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഐഡിയേറ്റ് സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഡിഫൈൻ സ്റ്റേജിലേക്കോ അതുമല്ലെങ്കിൽ എംപതൈസ് സ്റ്റേജിലേക്കോ നമുക്ക് പോകേണ്ടി വരും. അതായത് നമ്മളുടെ ഡിസൈനിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നിന്ന് ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആൾട്ടർ ചെയ്യേണ്ടി വരും. സോ ആ ഒരു പ്രീവിയസ് സ്റ്റേജിലേക്കുള്ള ഒരു തിരിച്ചു പോക്കിനെയാണ് നമ്മൾ ഇറ്ററേറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. തിരിച്ചു പോയിട്ട് അതിനെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇറ്ററേറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, ഡിസ്ക്രൈബ് ഈച്ച് സ്റ്റേജസ് ഓഫ് ദ പ്രോസസ് ദാറ്റ് ഇറ്ററേറ്റീവ് പ്രൊസീജിയർ ഇൻവോൾവ്. സോ ഇറ്ററേറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അതാണ് ബേസിക്കലി. സോ അതാണ് ഡിസൈൻ തിങ്കിങ്ങിനകത്ത് വരിക. പിന്നെ ഡൈവേർജൻ്റ് ആൻഡ് കൺവേർജൻ്റ് തിങ്കിങ്ങിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം എന്നുള്ളത് അറിയാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് മൊഡ്യൂൾ 2 നമുക്ക് വരുന്നത്. അടുത്തത് നമ്മളുടെ തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂളിൽ വരുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ. 3 ടൈപ്പ് ഓഫ് ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ സിലബസിനകത്തുള്ളത്. അത് ഒന്ന് ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് ഓറലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് തേർഡ് വൺ ഈസ് റൈറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. സോ ഡിസൈനിനെ നമുക്ക് ബേസിക്കലി 3 രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഈ 3 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആദ്യത്തെ ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ചോദിക്കുക ചിലപ്പോൾ ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേറ്റ് സം ഡിസൈൻ, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഗ്രാഫിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫിഗർ മാത്രമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഗേഴ്സ് നമുക്ക് ചോദിക്കാം. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ഗ്രാഫിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. ഇതിൽ ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. അത് ഏതെങ്കിലും ഒരു മൊഡ്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ ആ മൊഡ്യൂളിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് കൊണ്ടുവരിക. നിങ്ങൾ കാര്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ കാര്യമായിട്ട് നിങ്ങൾ റിട്ടേൺ ആവശ്യമില്ല.
കംപ്ലീറ്റ്ലി ഫിഗർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതാവുന്നതാണ്. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഗ്രാഫിക്കലി തന്നെയാണ്, നമുക്ക് ഫിഗർ ആയിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. സോ ഇതിലൊരു ഡീറ്റെയിൽ ഡ്രോയിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിനകത്ത് ഈ ഒരു മൊഡ്യൂളാണ് നമുക്കവിടെ ഡ്രോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്ത്, അതിൻ്റെ ഓരോ മൊഡ്യൂളിൻ്റെയും ആംഗിള്, അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ റേഡിയസ്, അതുപോലെയുള്ള ഫുൾ, അതായത് ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് ആ ഒരു ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടായിരിക്കാം. സോ ഡ്രോയിങ്ങിൻ്റെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ടൈറ്റിൽ കാണിക്കുന്നുണ്ട്, അതിൻ്റെ സ്കെയില് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത് ആരാണ് ഡ്രോ ചെയ്തത് എന്നുള്ളത് പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഡേറ്റ് ഉണ്ട്. സോ അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. സോ ഡ്രോ ചെയ്യുന്ന സമയത്ത്, ഗ്രാഫിക്കലി ഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ഓർക്കുക. സ്കെയിലൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വരുന്ന ഒന്ന് അസംബ്ലി ഡ്രോയിങ് ആണ്. അസംബ്ലി ഡ്രോയിങ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ഇതുപോലെ കാണിക്കാം. അതായത് നമുക്ക് ചിലപ്പോൾ മോഡുലാർ ഡിസൈൻ, ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് വെച്ചിട്ടാണ് നമുക്ക് വരുന്നതെങ്കിൽ ഓരോ മൊഡ്യൂളും ഏത് ലൊക്കേഷനിലാണ് പോകുന്നത്, അതിൻ്റെ പൊസിഷൻ എന്താണ്, അങ്ങനെയുള്ള രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ലേഔട്ട് ഡ്രോയിങ് നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വ്യൂസുകൾ കാണിച്ചുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. സ്പെഷ്യലി മെൻഷൻ ചെയ്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ, ജസ്റ്റ് ഗ്രാഫിക്കലി ഡിഫൈൻ ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ അത് വരച്ചതിന് ശേഷം ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് അത് വരച്ച ആളുടെ പേര് നിങ്ങൾക്ക് തന്നെ എഴുതാം. അതുപോലെ തന്നെ അതിൻ്റെ കമ്പനിക്കാണെങ്കിൽ കമ്പനി ഡീറ്റെയിൽസ്, സോ അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ അതിലുണ്ടായിരിക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലി ഒരു ഡിസൈൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഓറലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓറലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്കിപ്പം ഇപ്പോൾ ഒരു പ്രൊജക്റ്റ്, നമ്മൾ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ആണെങ്കിൽ ആ പ്രൊജക്റ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷനാണ് ബേസിക്കലി യൂസ് ചെയ്യുക. സോ ഈ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സാധാരണ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ ആ പ്രൊജക്റ്റ് നമ്മൾ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ വെച്ചിട്ടോ അതുപോലെയുള്ള പോയിന്റർ യൂസ് ചെയ്തിട്ട്, മൈക്ക് യൂസ് ചെയ്തിട്ട്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് അക്സസറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മൾ എന്ത് ഡിസൈനിനെ കുറിച്ചാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. സോ അതായത് പ്രൈമറി പേർപ്പസ് ഓഫ് ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു ഇൻഫോം യുവർ ക്ലയൻറ്റ് അബൌട്ട് ദ ഡിസൈൻ ഇൻക്ലൂഡിംഗ് എക്സ്പ്ലനേഷൻ ഹൗ ആൻഡ് വൈ ദ ഡിസൈൻ വാസ് ചൂസൺ. അതുപോലെയുള്ള ഡീറ്റെയിൽസുകളായിരിക്കണം നമ്മൾ ഓറലി കമ്മ്യൂണിക്കേറ്റ്. സോ ഇൻ കേസ് ഓറലി കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷന് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ടത്. ചില സമയത്ത് ചോദിക്കാം, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നിട്ട് ഇത് ഓറലി കമ്മ്യൂണിക്കേറ്റ്, ഇതിൻ്റെ ഡിസൈൻ ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുമല്ലെങ്കിൽ ചിലപ്പോൾ വെറും ഓറലി കമ്മ്യൂണിക്കേഷന് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. സാധാരണ ഒരു പ്രസൻറ്റേഷൻ, ഒരു പവർ പോയിന്റ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾ എന്തൊക്കെ നോക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൽ വേണ്ടത്. തന്നിരിക്കുന്ന ഹോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കുക, നമ്മളെ ഓഡിയൻസ് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കുക. ഓഡിയൻസ് ഒരുപാട് വലിയ ഓഡിയൻസ് ആണെങ്കിൽ നമുക്ക് പ്രൊജക്ടറും ഹോളുകളും ഒക്കെ വലുതായിട്ട് വേണ്ടി വരും. സോ അതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസുകൾ, നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ഇടുന്നതിന് പകരം ഒരുപാട് പുറകിലുള്ളവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷൻ നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ വലിയ ഹോളാണെങ്കിൽ മൈക്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മൈക്ക് യൂസ് ചെയ്യുക, പോയിന്റേഴ്സ് വേണമെങ്കിൽ പോയിന്റേഴ്സ് യൂസ് ചെയ്യുക. ഓഡിയൻസ് എന്താണോ ആവശ്യപ്പെടുന്നത് ആ കാര്യങ്ങളായിരിക്കണം നമ്മൾ ഓറലി പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ നോളജ് അനുസരിച്ച് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. സപ്പോസ് ഒരു ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിൽ അതിനകത്ത് ടെക്നിക്കൽ നോളജ് ആയിരിക്കും നമുക്ക് അതിനും വേണ്ടത്. അതേ സമയത്ത് ആ ഒരു സെയിം പ്രൊഡക്റ്റിന്റെ മാർക്കറ്റീവ് എക്സിക്യൂട്ടീവ്സിനാണ് നമ്മൾ ഈ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് ടെക്നിക്കൽ സൈഡിലേക്കുള്ള ഡീറ്റെയിൽസ് ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ള പോയിന്റ്സുകളായിരിക്കും വേണ്ടത്. സോ ഓഡിയൻസ് എന്താണോ, ഓഡിയൻസിന്റെ ആവശ്യം എന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്താണ്, അതിനനുസരിച്ച് നമ്മളുടെ അക്സസറീസും നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓറലി കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചൂസ് ചെയ്യുക. സോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം കമ്മ്യൂണിക്കേഷൻ ത്രൂ ഓറൽ എന്ന് പറയുന്നത് നമ്മൾ നോക്കുക.
പിന്നെ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സപ്പോസ് നമ്മൾ പ്രൊജക്റ്റിന് നമുക്കറിയാം, പ്രൊജക്റ്റിന് നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാവും. ഒരു റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം, അതിലൊരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഉണ്ടാവും, അതുപോലെ ഫ്രണ്ട് പേജ് ഉണ്ടാവും, ദെൻ അബ്സ്ട്രാക്ട് ഉണ്ടാവും, ദെൻ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ദെൻ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ അത് എഴുതുന്നത്. സോ ഈ റൈറ്റിംഗ് കമ്മ്യൂണിക്കേഷനകത്ത് നമ്മളൊരു സാധാരണ റിപ്പോർട്ട് എങ്ങനെ എഴുതും അതിനുള്ള പോയിന്റ്സുകളായിരിക്കണം നമ്മൾ അതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഈ രീതിയിലുള്ള 3 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് ബേസിക്കലി ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒരു ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നോ യുവർ പർപ്പസ്, നോ യുവർ ഓഡിയൻസ്, ചൂസ് ആൻഡ് ഓർഗനൈസ് ദ കണ്ടന്റ് around your purpose and your audience, write precisely and clearly, design your pages well, think visually, write ethically. ഇത്രയും പോയിന്റ്സുകളാണ് ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട യൂസ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയിന്റ്സ് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു പോയിന്റ്സിന്റെ ബേസിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സോ അങ്ങനെയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് വരുന്നത്. ഒരു പ്രസന്റേഷന്റെ ബേസിക് ഔട്ട്ലൈൻസും ആണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രസന്റേഷനകത്ത് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു പോയിന്റ്സുകളൊക്കെ വെച്ചിട്ട് വേണം നിങ്ങളിതിന് ബേസിക്കലി ആൻസർ ചെയ്യാൻ. പിന്നെ ഈ മൊഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് മാത്തമെറ്റിക്കൽ ഇൻ മോഡൽ ഡിസൈൻ. ഫിസിക്സ് ഓർ മാത്തമെറ്റിക്സിന്റെ എഫക്റ്റ് മോഡലിനകത്ത് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം നേച്ചറിലുള്ള എന്തൊരു സാധനം, നമ്മൾ കാണുന്ന ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഏതൊരു സാധനമാണെങ്കിലും അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു മാത്തമെറ്റിക്സോ അല്ലെങ്കിൽ ഫിസിക്സോ ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ അത് എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിൽ വരുന്ന മാത്തമെറ്റിക്കൽ മോഡലിംഗ്, അതിന്റെ ഡിസൈൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. സോ ഞാൻ ഇതിനകത്തുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഒന്നെന്ന് പറയുന്നത് ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേറ്റ് ദ ഡിസൈൻ ഓഫ് എ തെർമോ ഫ്ലാസ്ക് യൂസിങ് ഹോട്ട് കോഫി ആണ്. സോ സാധാരണ നമ്മളുടെ ഒരു ഫ്ലാസ്കിന്റെ ഗ്രാഫിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഫ്ലാസ്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ആ ഫ്ലാസ്കിന്റെ കംപ്ലീറ്റ് ഫിഗർ, അതിന്റെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, അതിന്റെ ഇന്നർ വ്യൂ, അതിനകത്ത് എന്തൊക്കെ കണ്ടന്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിഗർ ത്രൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ ഹൈറ്റ് എത്രയാണ്, വിഡ്ത്ത് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അതിൽ വേണ്ടത്. പിന്നെ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വേറൊരു ക്വസ്റ്റ്യൻ, റോൾ ഓഫ് മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഇൻ ഡിസൈൻ എഞ്ചിനീയറിംഗ്. അത് ഒരു സാധാരണ ലിഫ്റ്റ് മെക്കാനിസം 100 kg ഒരു വെയിറ്റ് 10 meters ഉയർത്തുന്നതിന് വേണ്ട ഒരു ലിഫ്റ്റ് മെക്കാനിസത്തിൽ നമുക്ക് മാത്തമെറ്റിക്കൽ മോഡലിംഗ് എത്ര ഇമ്പോർട്ടൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ വേറെ 2 ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ കൊടുത്തില്ല. ഒരു സാധാരണ വീൽ ചെയറിന്റെ ഡിസൈൻ നമ്മൾ ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് വേറൊരു ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് സാധാരണ ഒരു 1000 ലിറ്റർ ഓഫ് വാട്ടർ ഒരു 20 meter ഹൈറ്റിൽ നമുക്ക് പ്ലേസ് ചെയ്യണം. അതൊരു ടാങ്ക് നമുക്ക് മേക്ക് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് എത്രത്തോളം 1000 ലിറ്റർ ടാങ്ക് ഒക്കെ ആണെങ്കിൽ നല്ല ഹൈറ്റിൽ നമ്മൾ 20 meter ഹൈറ്റിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ വരുന്ന ബേസ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് മാത്തമെറ്റിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക. സോ ഇതേപോലെയുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ചോദിക്കുക. ഒന്നുകിൽ സാധാരണ കമ്മ്യൂണിക്കേഷൻ, അത് ഗ്രാഫിക്കലി ആവാം, ഓറലി ആവാം, റിട്ടൺ ആവാം. ദെൻ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് റോൾ ഓഫ് മാത്തമെറ്റിക്സ് ഇൻ മോഡലിംഗ് ആണ്. ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് 3rd മൊഡ്യൂളിൽ നിന്ന് ഡെഫിനറ്റ്ലി ചോദിക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതൊക്കെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 4th മൊഡ്യൂൾ നോക്കാം. മറ്റു മൊഡ്യൂളുകളെ പോലെയല്ല, 4th മൊഡ്യൂളിൽ കുറച്ച് ടോപ്പിക്സ് കൂടുതലാണ്. പക്ഷെ വളരെ എളുപ്പമുള്ള ടൈപ്പ് ഓഫ് ടോപ്പിക്സുകളാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത്. ഡിസൈൻ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ്സ് ആണ് മൊഡ്യൂൾ 4ൽ നമ്മൾ മെയിനായിട്ട് നോക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഇൻ ഡിസൈൻ. അതുപോലെ വരുന്ന ബാക്കി ടോപ്പിക്കുകളാണ് മോഡുലാർ ഡിസൈൻ, ലൈഫ് സൈക്കിൾ ഡിസൈൻ അപ്രോച്ച്, ദെൻ ബയോമിമിക്രി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ദെൻ എസ്തെറ്റിക് ആൻഡ് എർഗണോമിക് ഇൻ ഡിസൈൻ, ദെൻ വാല്യൂ ഓഫ് എഞ്ചിനീയറിംഗ്, ദെൻ
കറണ്ട് എഞ്ചിനീയറിംഗ് ആൻഡ് റിവേഴ്സ് ടോപ്പിക്സുകളാണ് നമുക്ക് 4th മൊഡ്യൂളിൽ വരുന്നത്. ഇതിലുള്ള എല്ലാ ടോപ്പിക്സുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഏതെന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണ്. ഇത് നമുക്ക് നമ്മുടെ ഡിസൈൻ തിങ്കിങ് ആയിട്ട് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാവുന്നതാണ്. സോ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് നമുക്ക് ബേസിക്കലി കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊജക്ട് പോലെ ആയിരിക്കും. നമുക്കൊരു ഗോൾ ഉണ്ടാവും. ആ ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി പല ഐഡിയകൾ, അത് ഓഫൻ മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ലോങ്ങർ ആണ്. നമ്മൾ ആ ഒരു പ്രൊജക്ടിന്റെ ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഒരു സ്ട്രക്ചർ വേ നമ്മൾ അതിന് ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് ടീം വർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗിൽ നമുക്കതൊക്കെ യൂസ് ചെയ്യാം. ഇറ്റ് ഇൻവോൾവ്സ് ഓതന്റിക് ടാസ്ക് ദാറ്റ് സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലം. പ്രൊജക്ട് ബേസ്ഡിൽ മെയിൻലി റിയൽ വേൾഡിൽ വരുന്ന പ്രോബ്ലംസ് ആണ് നമുക്ക് വരിക. പക്ഷെ അതേ സമയത്ത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആണെങ്കിൽ ഓഫൻ ഷെയർ ദ ഔട്ട്കം ആൻഡ് ജോയിന്റ്ലി സെറ്റ് ലേണിംഗ് ഗോൾസ് ആൻഡ് ഔട്ട്കം. അതായത് നമുക്കൊരു സ്ട്രിക്റ്റ് ഗോൾ ആയിരിക്കില്ല ഉണ്ടാവുക. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലത്തിന് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള മെയിൻ കാര്യം. ആ പ്രോബ്ലം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻ ആയിരിക്കാം നമുക്ക് വേണ്ടത്. ഇറ്റ് മോർ ലൈക്ലി ടു ബി സിംഗിൾ സബ്ജക്ട് ആൻഡ് ഷോർട്ടർ. പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് ചില സ്പെസിഫിക് സ്റ്റെപ്സുകൾ ഉണ്ടാവും. ആ സ്റ്റെപ്സ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, എന്നിട്ട് ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. ഇതിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിനാരിയോസ് ആൻഡ് കേസസ് ദാറ്റ് ആർ പെർഹാപ്സ് ലെസ് റിലേറ്റഡ് ടു റിയൽ ലൈഫ് ആയിരിക്കും. അതിനെ നമ്മൾ ഏറ്റവും കുറഞ്ഞ ടൈമിൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ തിങ്. സോ ഇതാണ് പ്രൊജക്ട് ബേസ്ഡ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് വരുന്നതാണ് മോഡുലാർ ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വലിയ മാർക്കിന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. മോസ്റ്റ്ലി ചെറിയ മാർക്കിനാണ് അധികവും ചോദിക്കാറുള്ളത്. ഇപ്പം മോഡുലാർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ നമുക്കറിയാം, ഏതൊരു പ്രൊഡക്റ്റും മേക്ക് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് മൊഡ്യൂൾസുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലേ? നമുക്ക് ഏതൊരു മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഡിഫറെന്റ് മൊഡ്യൂൾസുകൾ ഉണ്ടാവും. സോ ആ മൊഡ്യൂൾസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുക. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കാണിച്ചത്. ഈ ഒരു കംപ്ലീറ്റ് മെഷീനിന് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് മൊഡ്യൂൾസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഡിഫറെന്റ് മൊഡ്യൂൾസുകൾ നമുക്ക് ഉണ്ടാവും. ഈ മോഡുലാർ ഡിസൈനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല മൊഡ്യൂൾ വെച്ചിട്ട് നമ്മളത് മേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് ഒരു ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂൾ മാത്രം ചേഞ്ച് ചെയ്തിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ അത് ആ ഇഷ്യൂവിനെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാതെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അധികവും നമ്മൾ കാണുന്ന മിക്ക പ്രൊഡക്റ്റുകളും മോഡുലാർ ബേസ്ഡ് ഡിസൈൻ ആയിരിക്കും. ഇപ്പോൾ ഒരു ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് അല്ല, ഒരു വെബ്സൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം വെബ്സൈറ്റിനകത്ത് ഓരോ സെക്ഷനും ഡിഫറെന്റ് പേജുകളായിട്ടാണ്, ഡിഫറെന്റ് മൊഡ്യൂൾസുകളാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഡിഫറെന്റ് മൊഡ്യൂൾസുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ അതിനാണ് ബേസിക്കലി മോഡുലാർ ഡിസൈൻ എന്ന് പറയുക. ഇതിനു മുമ്പ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മോഡുലാർ ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിന് ചോദിച്ചത് ഒരു അംബ്രല്ലയുടെ മോഡുലാർ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വരും. ഒരു അംബ്രല്ലയ്ക്ക് എന്തൊക്കെ മൊഡ്യൂൾസുകളാണ് വരുന്നത്, അതിന്റെ ഹാൻഡിൽ നമുക്ക് വരുന്നുണ്ടാവും. അതുപോലെ ഹാൻഡിലിനകത്ത് വരുന്ന ഒരു ചെറിയ ടാഗ് നമുക്ക് വരുന്നുണ്ടാവും. പിന്നെ അതിനകത്ത് വരുന്ന കൊടയുടെ അകത്ത് വരുന്ന കൊടക്കമ്പി എന്ന് പറയുന്ന സാധനം നമുക്കൊരു മൊഡ്യൂളാണ്. അതുപോലെ കൊടക്കമ്പിയുടെ അറ്റത്ത് വരുന്ന ഒരു ഫ്രെയിംസ് നമുക്ക് ഒരു മൊഡ്യൂളായിട്ട് വരാം. പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ക്ലോത്ത് ഒരു മൊഡ്യൂളാണ്. പിന്നെ ഇതിന്റെ ടോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഒരു ക്യാപ്പ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. അങ്ങനെ ഡിഫറെന്റ് മൊഡ്യൂൾസ് നമുക്കൊരു അംബ്രല്ലയ്ക്കകത്ത് പറയാം. സോ ഒന്നുകിൽ നിങ്ങൾക്ക് മോഡുലാർ ഡിസൈൻ എന്താണെന്ന് ചോദിക്കുകയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നിട്ട് ഇതിനെ നമുക്ക് മോഡുലാർ ഡിസൈൻ ആയിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. അപ്പോൾ ആ ഒരു ഡിവൈസ് നിങ്ങൾ എടുത്തിട്ട് ആ ഡിവൈസിൽ വരുന്ന ഡിഫറെന്റ് പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. സോ അതാണ് മോഡുലാർ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയുന്നത്. അതൊന്നുമില്ല, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നിട്ട് ആ പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്താണെന്നാണ് ചോദിക്കുക. ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാമാണ് അതിൽ വരിക. ഡെവലപ്മെന്റ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, യൂസ്, മെയിൻ്റനൻസ്, ഡിസ്പോസൽ ആൻഡ് റിക്കവറി. ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് തൊട്ട് അതിന്റെ
ലാസ്റ്റ് നമ്മൾ ആ പ്രൊഡക്റ്റ് കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിക്കവർ ചെയ്ത് അതിനെ റീസൈക്കിൾ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് വരെ നമുക്കാണ് അതിനൊരു ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയുക. സോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലൈഫ് സൈക്കിൾ ഡിസൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഡെവലപ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം, പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കണം, അത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സ്, ഇൻ കേസ് അത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് നമ്മൾ കൊടുക്കണം. ദെൻ മെയിൻ്റനൻസും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ഡിസ്പോസലിനുള്ള മൊബൈൽ കമ്പനികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്തിട്ട് എക്സ്ചേഞ്ചിനുള്ള ഓഫറൊക്കെ വരുന്നുണ്ട്. അതായത് തീരെ ശരിയാക്കാൻ പറ്റാത്ത മൊബൈലും അവരെടുത്തിട്ട് പുതിയ വേറെ ചേരുന്ന രീതിയിൽ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഡിസ്പോസൽ സെക്ഷനും കൂടെ അവർ കൈകാര്യം ചെയ്യുന്നതാണ് അവിടെ. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്പോസൽ കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിയെല്ലാം റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുന്ന ഒരു മെത്തേഡാണ് റിക്കവറിയിൽ വരുന്നത്. ഇതുപോലെ ഒരു പ്രൊഡക്റ്റിന്റെ ടോപ്പ് ടു ബോട്ടം കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് സൈക്കിൾ ഡിസൈനെ നമുക്ക് പറയാൻ പറ്റും. ഈ മൊഡ്യൂളിൽ ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് ഒരു ചെരുപ്പിന്റെ ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സോ അത് നമ്മൾ പറയുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും പറയുക, ആ ചെരുപ്പിന്റെ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് പറയുക, അതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളത് പറയുക, ദെൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എടുക്കുന്നത് എന്നുള്ളത് പറയുക, ദെൻ അത് ഏത് യൂസറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുക, എന്നിട്ട് യൂസറിന് നമ്മളൊരു വാറണ്ടി അല്ലെങ്കിൽ ഒരു ഇത്ര വർഷം നമുക്കൊരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ പോലെ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസിനുള്ള ഒരു എക്സ്ട്രാ അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു ഫീസ് ഈടാക്കുന്നു എന്നുള്ള രീതിയിൽ പറയുക. എന്നിട്ട് അതിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള പറയുക. ദെൻ ലാസ്റ്റ്ലി റിക്കവറി എന്നുള്ള സ്റ്റെപ്പ്. ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് സൈക്കിൾ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആവും. സോ അതാണ് ലൈഫ് സൈക്കിൾ ഡിസൈനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ മൊഡ്യൂളിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എർഗണോമിക്സ് ആൻഡ് എസ്തെറ്റിക് ഇൻ ഡിസൈൻ. ആ പേര് കേട്ടിട്ട് പല കുട്ടികൾക്കും പല പ്രശ്നങ്ങളും എന്താണെന്ന് പോലും അറിയാത്തൊരു ഇഷ്യൂ വരുന്നുണ്ട്. വളരെ എളുപ്പമുള്ളതാണ്, ഒന്നുമില്ല. എർഗണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. ഒരേ ചെയർ തന്നെയാണ്, പക്ഷെ പല ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ മൂന്ന് സാധനവും ചെയർ തന്നെയാണ്. ഇപ്പോൾ ഒരു ഓഫീസ് ആവശ്യത്തിനാണെങ്കിൽ നമ്മൾ ചെയർ ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മളൊരു 5 hour 8 hour നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും നമ്മൾ ഓഫീസ് ചെയറിന് ചെയ്യുക. പക്ഷെ അതേ ടൈപ്പ് ഡിസൈൻ ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുമ്പം ഒരു ബീച്ചിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടിനായിട്ടും കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള രീതിയിലായിരിക്കും നമ്മൾ ബീച്ചിൽ യൂസ് ചെയ്യുന്ന ചെയർ നമ്മൾ ഡിസൈൻ ചെയ്യും. അതേപോലെ ആയിരിക്കില്ല നമുക്ക് ഇപ്പോൾ ഡെന്റൽ ഹെൽത്ത് കെയറിന്റെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡെന്റിസ്റ്റിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ചെയർ എന്ന് പറയുന്നത് വേറൊരു രീതിയിലായിരിക്കും. ഡെന്റിസ്റ്റിനെ ഏറ്റവും ഈസി ആയിട്ട് അക്സസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിന്റെ ഡിസൈൻ വന്നിട്ടുണ്ടാവും. സോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് എർഗണോമിക് ഡിസൈനിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല നമുക്കറിയാം ഈ ഒരു എർഗണോമിക് ഡിസൈൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഓഫീസ് ചെയർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഓഫീസ് ചെയറിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആളുടെ ഒരു കറക്റ്റ് ബോഡി ഷേപ്പ് എന്താണെന്നോ അവരുടെ സ്ട്രക്ചർ എന്താണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആർക്ക് വേണമെങ്കിലും നമ്മളൊരു ചെയർ ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അത് ചിലപ്പോൾ നല്ല തടിയുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ മെലിഞ്ഞ ഒരാളായിരിക്കാം, ചിലപ്പോൾ നല്ല ഹൈറ്റ് ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളായിരിക്കാം. അങ്ങനെ നമുക്കറിയാം ആവറേജ് ആയിട്ട് നമ്മൾ ഒരു ചെയറിന്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഏത് ലെവലിലുള്ള ഹ്യൂമൻസ് വേണമെങ്കിലും ആ ചെയർ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈസും ലെങ്ത്തും എല്ലാം ഏകദേശം ഏത് ഏജിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ചെയർ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളൊരു സപ്പോസ് ഒരു സോഫയുടെ ഡിസൈൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സോഫ എന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ചിലപ്പോൾ കുട്ടികൾ അക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടീനേജർ അക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് ഓൾഡ് ആയിട്ടുള്ള ഒരാൾ അക്സസ് ചെയ്യാം. സോ ഇവർക്കെല്ലാം കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയർ അല്ലെങ്കിൽ സോഫയൊക്കെ ഡിസൈൻ ചെയ്യേണ്ടത്. സോ എർഗണോമിക് ഇൻ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളതാണ് കംഫർട്ട് എന്നുള്ളതാണ് എർഗണോമിക്കിന്റെ കേസ്. അതിന് നമ്മൾ ചെയറിന്റെ ഭംഗിയോ മറ്റു കാര്യങ്ങളോ നമ്മൾ അധികം നോക്കാറില്ല. ഈവൻ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും അവർക്ക് പോലും നല്ല രീതിയിൽ ഈ ചെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ. അത് ചെയർ തന്നെ ആയിരിക്കണം എന്നില്ല, ഏതൊരു പ്രൊഡക്റ്റ് വേണമെങ്കിലും ആയിരിക്കാം. അത് എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് എർഗണോമിക് ഇൻ ഡിസൈനിൽ നമ്മൾ നോക്കുന്ന കാര്യം. പക്ഷെ എസ്തെറ്റിക് ഇൻ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. എസ്തെറ്റിക് ഇൻ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റൈലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇംപ്രഷൻ എന്നുള്ളതാണ് നമ്മൾ എസ്തെറ്റിക്കിൽ ഉദ്ദേശിക്കുന്നത്.
അതിലൊരിക്കലും നമ്മൾ കംഫർട്ടോ മറ്റു കാര്യങ്ങളോ അധികമായിട്ട് കൺസിഡർ ചെയ്യില്ല. എസ്തെറ്റിക് നമ്മളിപ്പോൾ ഏതൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനൊരു കുളിർമ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുക. ഇപ്പോൾ ഇവിടെ ഞാൻ 2 കാറിൻ്റെ ഡിസൈൻ കാണിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാറിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടുക ഇതുപോലത്തെ ഒരു കുറച്ചുകൂടെ എസ്തെറ്റിക് ആയിട്ടുള്ള കാറായിരിക്കും. ആഴ്ചയിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യിക്കുന്ന ഡിസൈനുകളെയാണ് നമ്മൾ എസ്തെറ്റിക് ഇൻ ഡിസൈൻ എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 കാറുകൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഇത് ഒന്ന് മഹീന്ദ്ര കമ്പനിയുടെ ഒരു കാറാണ്, അതേപോലെ തന്നെ ഇത് ഫോർഡിന്റെ കാറായിരുന്നു. രണ്ടിന്റെയും സ്പെസിഫിക്കേഷനും പവറും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഇത് മാർക്കറ്റിൽ വന്ന സമയത്ത് ഫോർഡിനായിരുന്നു കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നമുക്കവിടെ ഫീൽ ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് തന്നെയായിരുന്നു നമുക്ക് ഈ 2 സിസ്റ്റത്തിലും ഉണ്ടായിരുന്ന. കാഴ്ചയിൽ നമുക്ക് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ്, കുറച്ചുകൂടെ നല്ലതാണ്, എസ്തെറ്റിക് ആയിട്ട് നമുക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിക്ക് കൂടുതലായിട്ട് സെയിൽസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നത്. സോ വിഷ്വലി നമുക്ക് എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള ടൈപ്പ് ഓഫ് ഡിസൈനാണ് എസ്തെറ്റിക് ഡിസൈൻ. ഇവിടെ ഞാൻ 2 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം രണ്ടിലും സെയിം വേർഡിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ യൂസ് ചെയ്തിട്ടുള്ള ഫോണ്ടിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഇത് കുറച്ച് ലവ്ലി ടൈപ്പ് ആയിട്ടുണ്ട്, ഇത് പക്ഷേ കുറച്ചുകൂടെ ഒരു ഹൊറർ ടൈപ്പിലാണ് നമുക്ക് കാണുന്നത്. രണ്ടിന്റെയും വേർഡിങ്സ് സെയിം ആണ്. സോ അതാണ് നമ്മൾ പറയുന്നത്, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വിഷ്വലി ഗുഡ് ആയിട്ടുള്ള ഡിസൈനിങ്ങിനെയാണ് നമ്മൾ എസ്തെറ്റിക് ഇൻ ഡിസൈൻ എന്ന് പറയാം. സോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എക്സാമിന് എസ്തെറ്റിക്കലി ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈനിങ്ങിനകത്ത് കംപ്ലീറ്റ് സ്റ്റൈലിഷ് എന്നുള്ള കാര്യത്തെ ആയിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതിൽ കംഫർട്ടോ മറ്റു കാര്യങ്ങളോ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതേ സമയത്ത് എർഗണോമിക് ഇൻ ഡിസൈൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കിയിട്ട് അതുപോലെ തന്നെ ഏത് റേഞ്ചിലുള്ള ആൾക്കാർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആയിരിക്കണം എർഗണോമിക് ഇൻ ഡിസൈനിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ്ലി നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ബയോമിമിക്രി ഇൻ ഡിസൈൻ. അതായത് നേച്ചറിൽ കണ്ടുവരുന്ന പല ഡിസൈൻസുകളും നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് അവരുടെ ഡിസൈനിലേക്ക് കടമെടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ബയോമിമിക്രി ഇൻ ഡിസൈൻ എന്ന് പറയാം. സോ ഈ ഒരു കേസിൽ നമ്മൾ നോക്കിയാൽ ജപ്പാനിലുള്ള ഒരു ബുള്ളറ്റ് ട്രെയിന് അതിന്റെ ഫാസ്റ്റ്നെസ് കാരണം അതിന്റെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എയറോഡൈനാമിക്സ് ഒന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ കിങ് ഫിഷർ എന്ന് പറയുന്ന ഒരു കിളിയുടെ ബീക്കിന്റെ ഷേപ്പാണ് അവരവിടെ കടമെടുത്തിട്ടുള്ളത്. സിറിഞ്ചിന്റെ കേസിൽ നോക്കിയാൽ നമുക്ക് കാണാം കൊതുകിന്റെ ആ ഒരു നീഡിലിന്റെ സെയിം ഒരു സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ സിറിഞ്ചിന് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നേച്ചർ ഡിസൈൻ ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റും അതിന്റെ ബെസ്റ്റ് എഫിഷ്യൻസിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്തൊരു സാധനം ഡിസൈൻ ചെയ്താലും നേച്ചറിന്റെ ഒരു ഡിസൈൻ നമ്മൾ മിമിക് ചെയ്ത് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സം ക്വസ്റ്റ്യൻസ് ആണ് ഞാനവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന്, ഡിസൈൻ ഫോർ എ സോളാർ പവേർഡ് ബസ് വെയിറ്റിംഗ് ഷെഡ് ബിസൈഡ് എ ഹൈവേ. അത് നേച്ചർ ഇൻസ്പയർഡ് ഡിസൈൻ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ആണ് ഡിസൈൻ ഓഫ് എ സിമ്പിൾ സോഫ. സിമ്പിൾ സോഫ എസ്തെറ്റിക്കും എർഗണോമിക്കിലും ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 2 ക്വസ്റ്റ്യൻസും നമ്മളുടെ സിലബസിനകത്തുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കുക. വേറെ ഇതുപോലെയുള്ള ഏത് രീതിയിലും നമുക്ക് ചോദിക്കാം. ചിലപ്പോൾ ഒരു ഡിസൈൻ എ ഹൗസ് ഫോർ 4 പീപ്പിൾ, അത് നേച്ചർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാം. അതെങ്കിലും ഒരു സാധാരണ ഡിസൈനിന്റെ ചെയർ എസ്തെറ്റിക് ആൻഡ് എർഗണോമിക് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. സോ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് നേച്ചർ ഇൻസ്പയർഡ് ആണെങ്കിൽ നേച്ചറോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ ആയിരിക്കണം നിങ്ങൾ അതിൽ പറയേണ്ടത്. എസ്തെറ്റിക് ആണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ള രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണം നിങ്ങൾ വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ എർഗണോമിക് എന്ന് പറയുന്ന കാര്യം പറയുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ലെവൽ അനുസരിച്ചിട്ട് അതിന്റെ ഒരു ഫീസിബിൾ ഡിസൈൻ ആയിരിക്കണം. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫീസിബിൾ ഡിസൈൻ ആയിരിക്കണം നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. സോ ഇതൊക്കെയാണ് 4th മൊഡ്യൂളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സുകൾ. സോ ഇനി വരുന്നത് 5th മൊഡ്യൂളാണ്. ദാറ്റ് ഈസ് എ ലാസ്റ്റ് മൊഡ്യൂൾ. ഇതിനകത്ത് നമുക്ക് മെയിൻലി ചോദിക്കുക എക്കണോമിക്സ് ആണ്. അതായത് ഒരു ഡിസൈൻ തന്നിട്ട് ആ ഡിസൈനിന്റെ എക്സ്പെൻഡിച്ചർ എന്താണ്, അല്ലെങ്കിൽ ആ ഡിസൈനിന്റെ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുക. പിന്നെ ചോദിക്കുന്നത് എൻവയോൺമെന്റ് ഇൻ ഡിസൈൻ.
സോ ഇതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്കണോമിക്സ് ആൻഡ് ഡിസൈനിൽ നമുക്ക് മെയിൻലി കോസ്റ്റ് എസ്റ്റിമേഷൻ ആണ് ചോദിക്കുക. 5th മൊഡ്യൂളിൽ നിന്ന് ഡെഫിനറ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നിട്ട് പറയും ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കും, അല്ലെ അതിൻ്റെ എക്കണോമി അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ആൻസർ ചെയ്യാം. കോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൽ വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ഓവർഹെഡ് കോസ്റ്റ്, ഈ 3 ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ് വരിക. സോ ഈ കോസ്റ്റുകൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുള്ള പ്രൊഡക്റ്റിന്റെ മുകളിൽ വരുന്ന കോസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പറയാം. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ കോസ്റ്റുകളും വരും. നമുക്ക് ഒരു മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, അത് ഡിസൈൻ ചെയ്ത ആളുടെ കൊടുക്കുന്ന സാലറി, അതുപോലെ ഇതിന്റെ മാനുഫാക്ചറിങ്ങിന് നമ്മൾ കൊടുക്കുന്ന സാലറി, അങ്ങനെയുള്ള ലേബർ അത് വിസിബിൾ ആയിരിക്കാം, ചിലപ്പോൾ ഇൻവിസിബിൾ കോസ്റ്റ് ആയിരിക്കാം. ഇൻവിസിബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് കൊടുക്കുന്ന കോസ്റ്റ് ആയിരിക്കാം. അങ്ങനെ ഒരു ലേബർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന എക്സ്പെൻഡിച്ചർ കംപ്ലീറ്റ് നമുക്ക് ലേബർ കോസ്റ്റിനകത്ത് കൊണ്ടുവരാം. രണ്ടാമത്തേതാണ് നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ്. തന്നിരിക്കുന്ന പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ പറയുക, എന്നിട്ട് ഈ മെറ്റീരിയലിന് ഇന്ന കോസ്റ്റുകളാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാം. സോ അത് നമ്മൾ ബൾക്കായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രയാണെന്നും, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് കുറഞ്ഞു വരുന്ന സമയത്ത് അതിന് ഇത്രയാണെന്നും, സോ നമുക്ക് മെറ്റീരിയലിന് ഇന്ന കോസ്റ്റുകൾ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ. ഇൻ കേസ് മെറ്റീരിയൽസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മറ്റു കമ്പനികളിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റ്, അതിനെയൊക്കെ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ലാസ്റ്റ്ലി വരുന്നതാണ് ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിന്റെ സമയത്ത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില കോസ്റ്റുകൾ ഉണ്ടാവും. ഈ കോസ്റ്റുകളെയാണ് നമ്മൾ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രൊഡക്ഷന്റെ സമയത്തെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു ഐഡിയ ഓഫ് കോസ്റ്റ് നമ്മൾ അത്രയും നമ്മൾ ഒരു സ്പെയർ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും. അത് ഓവർഹെഡ് കോസ്റ്റിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ഒരു കോസ്റ്റ് എസ്റ്റിമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. ഇത് ഓരോ പ്രൊഡക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് നമ്മളുടെ കോസ്റ്റ് വേരി ആവും. എന്നിട്ട് ലാസ്റ്റിൽ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന കോസ്റ്റ്, അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റിന് നമുക്ക് നിയർലി ഇത്ര രൂപ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഫുഡ്വെയർ ഇറ്റ്സ് കൺസ്ട്രെയിൻസ്, അതായത് ഡിസൈൻ ഓഫ് എ ഫുഡ്വെയർ ആണ് ഇതിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആ ഫുഡ്വെയറിന്റെ പ്രൊഡക്ഷൻ മെത്തേഡും ലൈഫ് സ്പാൻ റിക്വയർമെന്റും റിലയബിലിറ്റി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പെർട്ടിക്കുലർ ഡിസൈൻ. ഇവിടെ നമുക്കൊരു 4-5 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു വെബ്സൈറ്റ്, ലേഔട്ട് ഓഫ് എ പ്ലാന്റ്, എലിവേഷൻ ഓഫ് എ ബിൽഡിംഗ്, എനി ഇലക്ട്രിക്കൽ ഡിവൈസ് ആൻഡ് എ കാർ. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ട് അതിന്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേബർ, മെറ്റീരിയൽ, ഓവർഹെഡ് കോസ്റ്റുകൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. വേറെ ഈ ഒരു മൊഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു പാർക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ മിനിമം സ്പേസ് ഇൻക്ലൂഡഡ് ആയിരിക്കണം, ഈസി പാർക്കിംഗ്, ഡിസൈൻ മസ്റ്റ് ബി സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് വെഹിക്കിൾ, സ്പെഷ്യൽ ഏരിയ ഫോർ ദ സർവീസ് വെഹിക്കിൾ. ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പാർക്കിംഗ് സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ അണ്ടറിലോ നമ്മളുടെ ഏരിയ ചിലപ്പോൾ ഒരു സെപ്പറേറ്റ് പാർക്കിംഗ് സെക്ഷൻ അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ഏത് ഡിസൈൻ ആണെങ്കിലും കുഴപ്പമില്ല. അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ അത്രയാണ് നമ്മൾ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ്സുകളെല്ലാം നിങ്ങളുടെ ആൻസറിനകത്ത് ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. ഡിസൈന് ഏതാണെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷെ ഈ പോയിന്റ് ബേസ്ഡ് ഡിസൈൻസ് ആയിരിക്കണം ഓരോ മൊഡ്യൂളിലെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യനകത്തുള്ള
കാര്യങ്ങൾ എന്താണോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതുക. ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഫിഗർ എന്ന് പറയുന്നത്. കഴിയുന്നിടത്തെല്ലാം നിങ്ങൾ നിങ്ങളെ ഫിഗർ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. എത്ര കൂടുതൽ ഫിഗർ ഉണ്ടോ അത്രയും നല്ലതാണ്. ഈ ഫിഗർ വരയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ സ്കെയിലോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ക്വസ്റ്റ്യനിലും ഹാൻഡ് ഡ്രോൺ ഫിഗേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഫിഗറിൻ്റെ ഒരു സ്റ്റൈല് നോക്കിയിട്ടായിരിക്കില്ല നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പിക്ചോറിക്കലി നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുക. സോ അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കാൻ അറിയാത്ത ഒരാളാണെന്ന് വിചാരിച്ചിട്ട് മാർക്ക് കുറയുമെന്ന് വിചാരിക്കേണ്ട. എല്ലാ കാര്യങ്ങളും മാക്സിമം ഡ്രോയിങ്ങിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ആൻസറിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാമിന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പാർട്ട് എ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് പല സ്റ്റുഡൻസിനും അറിയില്ല. സോ പാർട്ട് എയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.